നമസ്കാരം പ്രിയമുള്ളവരെ, സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ളവരായിരിക്കും നമ്മളെല്ലാവരും തന്നെ. അങ്ങനെ നമ്മളുടെ വീടുകളിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ AV ആയിക്കോട്ടെ, അല്ലെങ്കിൽ BPL ആയിക്കോട്ടെ, APL ആയിക്കോട്ടെ. APL തന്നെ 2 വിഭാഗമുണ്ട്, നീല നിറമുള്ളതും വെള്ള നിറമുള്ളതും റേഷൻ കാർഡുകൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, കാരണം റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരികയാണ്. 10 ലക്ഷം പേർക്കാണ് സൗജന്യ അരിയും ഗോതമ്പും ആട്ട പോലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, റേഷൻ കാർഡിൽ പേരുള്ള അമ്മമാർക്ക് ലഭിക്കുന്നത് പ്രതിമാസം 1000 രൂപ വീതമുള്ള സാമ്പത്തിക സഹായം. ഇനി നമ്മളുടെ വീടുകളിൽ വിദ്യാർത്ഥി, അത് 10ാം ക്ലാസ് പാസ്സായ ശേഷം ITI കോഴ്സുകൾ, അല്ലെങ്കിൽ +2 പാസ്സായ ശേഷം മറ്റ് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, അല്ലെങ്കിൽ ഡിഗ്രി PG കോഴ്സുകൾക്കൊക്കെ ശേഷം ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമം, ആ ഒരു സമയത്ത് പ്രതിമാസം 1000 രൂപ വീതം സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം ലഭിക്കുന്ന BPL അല്ലെങ്കിൽ AV റേഷൻ കാർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പാണിത്. കാരണം സംസ്ഥാനത്ത് വീണ്ടും മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി അവസരം വന്നിരിക്കുകയാണ്. ഈ 2025 നവംബർ 17-ന് അപേക്ഷകൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഡിസംബർ മാസം 16-ാം തീയതി വരെ മാത്രമായിരിക്കും അപേക്ഷിക്കാനുള്ള അവസരമുള്ളത്. നിലവിൽ സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകളുടെ ഇലക്ട്രോണിക് KYC, അതായത് വിരൽ പതിച്ചുള്ള അവരുടെ ഒരു മസ്റ്ററിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയായപ്പോഴേക്കും 10 ലക്ഷത്തിലധികം ആളുകളുടെ ഒഴിവുകളാണ് ഇപ്പോൾ BPL റേഷൻ കാർഡിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിടവ് നികത്തേണ്ടതും സർക്കാരിന് അനിവാര്യമാണ്. 1 ലക്ഷത്തിനടുത്ത് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യാൻ പോവുകയാണ്. അതായത് അർഹതയുള്ളവരെ കണ്ടെത്തി അവരെ BPL റേഷൻ കാർഡിലേക്ക് ചേർക്കുക, അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന നമ്മളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശത്തുള്ള അയൽവാസികൾ, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിന് അർഹതയുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക, അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ് നിങ്ങളൊന്ന് പറയുക. നവംബർ മാസം 17-ാം തീയതി അപേക്ഷകൾ ആരംഭിക്കും. നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററിലും ജനസേവാ കേന്ദ്രങ്ങൾ വഴിയെല്ലാം അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷകൾ വെക്കുന്നതിന് മുൻപ് നമ്മൾ BPL റേഷൻ കാർഡിന് അർഹതയുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ചാൽ മതി. BPL റേഷൻ കാർഡിന് അർഹതയുണ്ടെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിൽ നിന്നും സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന BPL സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അതോടൊപ്പം നമ്മളുടെ വാർഷിക വരുമാനം തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മളുടെ വീടുകളിൽ ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ നേരിടുന്നവർ, ഗുരുതര രോഗം ബാധിച്ചവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന കൂടിയുണ്ട്. ഇനി അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭവന പദ്ധതിയിലാണ് നമുക്ക് വീട് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണനയുണ്ട്. വിധവകൾക്ക് മുൻഗണനയുണ്ട്. ഭിന്നശേഷി നേരിടുന്ന കുടുംബങ്ങൾക്ക് മുൻഗണനയുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾ മാത്രമുള്ള വീടുകൾ, അപ്പോൾ അങ്ങനെയെല്ലാം ഒരുപാട് മുൻഗണന ഇവിടെ നൽകുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ സർക്കാർ ജോലിയൊന്നും ഇല്ലാത്തവരാണ് എങ്കിൽ, അതായത് ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആരും, APL റേഷൻ കാർഡാണ് BPLലേക്ക് മാറാൻ അപേക്ഷ വെക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ APL നീല വെള്ള റേഷൻ കാർഡിലുള്ളവർ ശ്രദ്ധിക്കുക, നമ്മളുടെ റേഷൻ കാർഡിൽ ആർക്കും തന്നെ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ വാങ്ങുന്നവരാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മളുടെ പുരയിടം, അതല്ല സ്ഥലത്തിൻ്റെ വിസ്തൃതിയൊക്കെ 1 ഏക്കറിന് മുകളിലാവാൻ പാടില്ല. ആദായ നികുതി അടയ്ക്കുന്നവരാവാൻ പാടില്ല. പ്രൊഫഷണൽ ജോലി ഉള്ളവരാവാൻ പാടില്ല. വിദേശ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിലെ ജോലിയിൽ നിന്നോ 25,000 അതിന് മുകളിലോ പ്രതിമാസം സാലറി വാങ്ങുന്നവർ ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ 4 ചക്ര വാഹനം, ടാക്സി ആണെങ്കിൽ ഇളവുണ്ട്. 4 ചക്ര വാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കാർ പോലുള്ള വാഹനങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും അപേക്ഷ വെക്കാൻ പാടില്ല. വീടിൻ്റെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവരാണെങ്കിൽ നമുക്ക് BPL റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കാം. മുൻഗണന തെളിയിക്കുന്ന എല്ലാ രേഖകളും സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. അപ്പോൾ ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. 17-ാം തീയതി അപേക്ഷകൾ ആരംഭിക്കും. ഡിസംബർ 16-ന് ഇത് അപേക്ഷകൾ അവസാനിക്കുകയും ചെയ്യും. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഫോണിലേക്ക് അറിയിപ്പെത്തും. അതിനുശേഷം KYC ചെയ്ത് BPL റേഷൻ കാർഡ് കരസ്ഥമാക്കുകയും ചെയ്യാം. പിന്നീട് സർക്കാരിൻ്റെ ഒട്ടനവധി അപേക്ഷകൾ, ഈ സമയത്ത് വിളിക്കുന്ന എല്ലാ അപേക്ഷകൾക്കും നമ്മൾ യോഗ്യരാകും. നമ്മളുടെ അമ്മമാർക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് 1000 രൂപ വീതം പ്രതിമാസം, സൗജന്യ റേഷൻ, ഇതെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതുമാണ്. എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.